ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസുമായി പ്രദീപ് ചന്ദ്രശേഖർ സർ നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ സാർ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാറേ, നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ടൊന്ന് പോകാം. US മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് എല്ലാ സൂചികയിലും ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്നാൽ തന്നെ ഡൗ ജോൺസിൻ്റെ ഒരു ഇടിവ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഡൗ ജോൺസ് 0.03% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. S&P 500 0.2% ഒരു ഇടിവ് രേഖപ്പെടുത്തി. നാസ്ഡാക്കിൽ 0.3% ഒരു ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കൻ സൂചികയിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, നമ്മൾ ഈ ഫോറത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. ഇതൊരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് അമേരിക്കൻ വിപണിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ നമുക്ക് ഈ ഫ്ലാറ്റ് ആയിട്ട് ഡൗ ജോൺസ് ഇൻഡെക്സും നാസ്ഡാക്കും ക്ലോസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൗ ജോൺസ് ഇൻഡെക്സ് അതിന്റെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട്, 42,400 പോയിന്റ്. ആ ഒരു ലെവലിന്റെ അടുത്തോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഷോർട്ട് കവറിങ് അവസാനിക്കുന്നതും ഒരു പുതിയ സെല്ലിംഗ് പ്രഷർ തുടങ്ങുന്നതായിട്ട് ഒരു കാണാൻ സാധിക്കുന്നുണ്ട്. സോ അടുത്ത 2-3 സെഷൻസ് വളരെ ക്രിറ്റിക്കൽ ആയിരിക്കും. ഡൗ ജോൺസ് ഇൻഡെക്സിന് 42,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം വീണ്ടും ഒരു സെല്ലിംഗ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 41,300 പോയിന്റ് ആയിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇറ്റ് ഇസ് സിമിലർ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഡൗ ജോൺസ് ഇൻഡെക്സിനെ അപേക്ഷിച്ച് കുറെ കൂടെ വീക്ക്നെസ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 20,500 പോയിന്റ് റെസിസ്റ്റൻസ് നാസ്ഡാക്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. സാർ, നമുക്കിനി ഒന്ന് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകും. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബ്രെൻഡ് ക്രൂഡിൽ 0.37% ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 72.26 എന്നൊരു ലെവലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂഡ് ഓയിലും 0.4% ഒരു നേട്ടമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 68.37 എന്നൊരു ലെവലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് $65 ലെവലിൽ ഫോം ചെയ്യാൻ ഒരു ശ്രമമുണ്ട്. കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിലിന്റെ കേസിൽ റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $71 ആയിരിക്കും. പുതിയ ലോങ് പൊസിഷൻസ് ലോ റിസ്കിൽ വാങ്ങിക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ലെവൽ $65 ആയിരിക്കും. സാർ, അടുത്ത ഗോൾഡിൽ സാറിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. ഗോൾഡ് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു 0.5% അടുത്ത ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. 3032 എന്നൊരു ലെവലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലെ വീണ്ടും നമുക്ക് സ്വർണം ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയ $3,058 ലെവല്. അറ്റ് ദ മൊമെന്റ് സ്വർണത്തിന്റെ വാല്യൂഷൻ ഒരു അല്പം സ്ട്രെച്ച്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ നമ്മൾ $3,020 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് എന്നുള്ളത് നോക്കുമ്പോൾ ഒട്ടുമിക്ക സെക്ടേഴ്സും അല്ലെങ്കിൽ ഇൻഡെക്സുകളൊക്കെ തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മളിതിൽ കണ്ടത്. നിഫ്റ്റി നോക്കുമ്പോൾ 23,190 എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 283 പോയിന്റിൻ്റെ ഒരു നേട്ടമാണ് ഉണ്ടായത്. അതെല്ലാം ട്രേഡിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ആ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് എന്തായാലും ക്ലോസ് ചെയ്യുന്നവരെ ഒരു മികച്ച രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് സെഷനിൽ ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടാണ് ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ 23,216 എന്നുള്ളൊരു ഇൻട്രാഡേ ഹൈയും ടച്ച് ചെയ്തിരുന്നു. നിഫ്റ്റി 50 സാറിന്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ നമുക്കൊരു പോസിറ്റീവ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മാർച്ച് 4-ാം തീയതി ആയിരുന്നു നിഫ്റ്റി 50യിലെ ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആദ്യം ഷോർട്ട് കവറിങ്ങും അതിനുശേഷം പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നിഫ്റ്റി 50യിലും മേജർ ഇൻഡിസസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. എങ്കിലും കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നിഫ്റ്റി 50യുടെ അടുത്ത മേജർ റെസിസ്റ്റൻസ്, ആക്ച്വലി ഇതൊരു മേജർ റെസിസ്റ്റൻസിന്റെ അടുത്ത ഇപ്പൊ ട്രേഡിംഗ് നടത്തി വരുന്നത്
23,200, അതിനുശേഷം 23,600, അതിനുശേഷം വളരെ മേജർ റെസിസ്റ്റൻസ് 24,000 പോയിന്റിലാണ് കാണുന്നത്. സോ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ലോ റിസ്കിലെ പുതിയ ബൈങ് അവസരങ്ങൾ വളരെ വളരെ ചുരുക്കമായിട്ടാണ് കാണുന്നത്. സോ നമ്മളിപ്പോൾ ട്രേഡിങ്ങിന് വേണ്ടി കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ കെയർഫുൾ ആയിട്ട് ഇപ്പോൾ മാനേജ് ചെയ്യണം. സാർ ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഏകദേശം 360 പോയിന്റിൻ്റെ ഒരു നേട്ടത്തിലാണ്. 50,000 മുകളിലേക്കുള്ള ആ ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 0.72% ഒരു നേട്ടമാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. ഇതിലെ 9 സ്റ്റോക്കുകൾ ഇന്നലെ അഡ്വാൻസ് ആയി രേഖപ്പെടുത്തി. 2 സ്റ്റോക്കുകളിലാണ് നമുക്കൊരു ഇടിവും കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ സാറിനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഹൈ പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തത് 50,700, അതിനുശേഷം 51,200. ഈ ബാങ്കിങ് മേഖലയിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് കാര്യമായിട്ട് ബൈയിങ് അവസരങ്ങൾ ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മളിപ്പോ മേജർ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും കാര്യമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഇതുവരെ നമുക്ക് നൽകാത്ത ഒരു സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 755, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 780, അതിനുശേഷം 810 ആയിരിക്കും. സാർ ഇനി നമുക്ക് സ്റ്റോക്കിലോട്ട് വരാം. സ്റ്റോക്കിലോട്ട് വരുമ്പോൾ ഇന്നൊരു ആദ്യം നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിലുള്ളൊരു സ്റ്റോക്ക് സൊമാറ്റോയാണ്. സൊമാറ്റോയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു നെയിം ചേഞ്ചുമായിട്ടുള്ള ഒരു ന്യൂസ് വളരെ ശ്രദ്ധേയമായതായിരുന്നു. എന്തായാലും സൊമാറ്റോ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു ന്യൂസായിട്ട് പറയാനുള്ളത് ആ നെയിം ചേഞ്ചിനുള്ള ആ ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. മാർച്ച് 20 മുതലാണ് ഇനി ആ ഒരു നെയിം ചേഞ്ച് പ്രാബല്യത്തിൽ വരുന്നത്. എറ്റേണൽ ലിമിറ്റഡ് എന്ന രീതിയിൽ ഉള്ള ഒരു പേരാണ് വരാൻ പോകുന്നത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്ന് ഇപ്പോഴെന്തായാലും ഈ ഒരു നെയിം ചേഞ്ചിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സൊമാറ്റോയുടെ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കാം. ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.42% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് 224 എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വീക്കിൽ 11% ഒരു നേട്ടത്തിലും സ്റ്റോക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്താണ് സാറിൻ്റെ ഈ ഒരു സ്റ്റോക്കിലുള്ള ടേക്ക്? സൊമാറ്റോയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 240, അതിനുശേഷം 255 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 195 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ടൈറ്റനെ പറ്റിയാണ്. ടൈറ്റനെ നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിൽ നോക്കുമ്പോൾ നിഫ്റ്റി 50ൽ ഒരു ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് ഇന്നലെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ഇന്നലെ ഒരു 3.8% ഒരു നേട്ടമാണ് ടൈറ്റൻ രേഖപ്പെടുത്തിയത്. നിലവിൽ 3,193 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ടൈറ്റന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിലും നമ്മൾ കണ്ടിരിക്കുന്ന നേട്ടം അറ്റ് ദ മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 3,280, അതിനുശേഷം 3,420 ആയിരിക്കും. സോ ലോ റിസ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ബൈയിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. സാർ അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് JSW എനർജിയാണ്. കമ്പനിയെ പറ്റി നമുക്കൊരു പുതിയ ന്യൂസ് ലഭ്യമായിരിക്കും എന്നുള്ളത്. കമ്പനി ഏകദേശം ഒരു 800 കോടി രൂപ സമാഹരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് ലഭിക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു സമാഹരണം നടത്തുന്നത്. ഏകദേശം 80,000 NCDകൾ അനുവദിക്കുന്നതിന് കമ്പനിയുടെ ബോർഡിൻ്റെ ഒരു അംഗീകാരവും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. JSW എനർജിയുടെ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് 1.38% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ 562 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? നമുക്ക് JSW എനർജി നോക്കുമ്പോഴേക്കും ഒരു മാർച്ച് മിഡിൽ ആകുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ബൈയിങ് ഇൻട്രസ്റ്റും വന്നിട്ടുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 അപേക്ഷിച്ച് ഇത് നമുക്കൊരു ഔട്ട് പെർഫോമൻസ് നൽകിയിരിക്കുന്നത്. എങ്കിലും ഇത്രയും വലിയൊരു റാലിയെ തുടർന്ന് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഈ സ്റ്റോക്ക് ഒരുങ്ങിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആദ്യത്തെ മേജർ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് 550 രൂപയില പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
സാർ അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് മണപ്പുറം ഫൈനാൻസിനെ പറ്റിയാണ്. ഇന്നലെ 1.67% ഒരു നേട്ടത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തത്. ഇന്നലെ 217 എന്നുള്ളൊരു പ്രൈസ് ആയിരുന്നു ക്ലോസിംഗ് ഉണ്ടായത്. കമ്പനിയെ പറ്റിയ ഒരു ന്യൂസ് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്, ആഗോള സ്വകാര്യ നിക്ഷേപ സ്ഥാപനമായ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫൈനാൻസുമായി ചേർന്ന ഒരു സംയുക്ത നിയന്ത്രണം ഏറ്റെടുക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസാണ് ലഭിക്കുന്നത്. അതിൽ ഇതിനുള്ള ഒരു കരാറുകളിൽ ഇരു കമ്പനികളും ഒപ്പിട്ടിട്ടുണ്ട്. നിലവിലുള്ള പ്രൊമോട്ടർമാരിലെ നിക്ഷേപം തുടരും എന്നുള്ള രീതിയിലുമുള്ള ഒരു വാർത്തയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. മണപ്പുറം ഫൈനാൻസിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? മണപ്പുറം ഫിനാൻസ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും അറ്റ് ദ മൊമെന്റ് ബുള്ളിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇതിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ വളരെ പോസിറ്റീവായിട്ടൊരു നോട്ടിലായിരുന്നു ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. ബട്ട് ഈ സ്റ്റോക്കിലെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ 222 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ അടുത്ത ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് കോൾ ഇന്ത്യയെ പറ്റിയാണ്. ഇന്നലെ ഒരു ഫ്ലാറ്റ് രീതിയിലുള്ള ഒരു നേട്ടത്തിലാണ് സ്റ്റോക്ക് ഇന്നലെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. കോൾ ഇന്ത്യ നോക്കുമ്പോൾ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിലും നമുക്ക് നിഫ്റ്റി 50 പോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടെ ഒരു ഷോർട്ട് കവറിങ്ങോ അതിനെ തുടർന്ന് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. എങ്കിലും ഈ സ്റ്റോക്കിന് 400-403 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇന്നലെ മെഞ്ഞാന്നത്തെ ട്രേഡിങ്ങിലും ആ ഒരു ലെവലിലായിരുന്നു ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വന്നത്. അതിനെ തുടർന്ന് നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ഈ സ്റ്റോക്കിൽ കറന്റ് ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. 403ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 420, അതിനുശേഷം 442 രൂപ കാണാൻ സാധിക്കും. സാർ അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഏതായാലും ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 0.61% ഒരു ഇടിവിൽ 47.25 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, കഴിഞ്ഞ വീക്കിൽ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് 5%. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ബൈയിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് 43 രൂപയിൽ വളരെ മികച്ച സപ്പോർട്ട് ഫോം ആയിട്ടുണ്ട്. ഇതിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 50 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. സാർ നമുക്കെങ്കിൽ അടുത്തൊരു സ്റ്റോക്കിലോട്ട് പോവാം. മറൈൻ ഇലക്ട്രിക്കിനെ പറ്റിയാണ് അറിയേണ്ടത്. ഈ ഒരു സ്റ്റോക്കിൽ സാറ് വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഇനി ഏതൊക്കെയാണ്? മറൈൻ ഇലക്ട്രിക്കൽ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് മറൈൻ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നേരിട്ടത്. സോ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കമ്പനികളുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണോ എന്ന് സ്ഥിരീകരിക്കണം. ബട്ട് എങ്കിലും നിഫ്റ്റി 50യോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 185ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആകണമെങ്കിൽ 240ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സാർ അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് എൻവിറോയെ പറ്റിയാണ്. എൻവിറോ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൽ ഇന്നലെ ഒരു 3% ഒരു നേട്ടം രേഖപ്പെടുത്തി. നിലവിൽ 106 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് എൻവിറോയിൽ കാണാനുള്ളത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? എൻവിറോയുടെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതും വീണ്ടും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ ഇത്തരം സ്റ്റോക്കിൽ ഈ ഒരു പ്രത്യേക മാർക്കറ്റിന്റെ ഈ ഒരു ഫേസിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 112 രൂപയാണ്. സാർ അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ 0.41% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 206 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? BHLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഒരു ഷോർട്ട് കവറിംഗ് നടന്നതിനെ തുടർന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 185ലായിരിക്കും സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണണമെങ്കിൽ
ഈ സ്റ്റോക്ക് 210 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 220, 242 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. സാർ അടുത്ത ഒരു സ്റ്റോക്ക് നമ്മുടെ ഒരു ഫോക്കസിലുള്ളത് റിലയൻസിൻ്റെ ഓഹരിയെ പറ്റിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.76% ഒരു നേട്ടമാണ് ഈ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ തുടരെ ഒരു 2 വീക്കിൽ നമുക്കൊരു നേരിയ നേട്ടമൊക്കെ ഈ ഒരു സ്റ്റോക്കിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് നിഫ്റ്റി 50യോട് ഒപ്പം തന്നെ ഈ മാർച്ച് തുടക്കം മുതൽ തന്നെ ഒരു റിക്കവറി ഒക്കെ നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇൻഫാക്ട് ഇന്നലത്തെ ആ ഒരു ശക്തമായ ഒരു ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 1290, 1340 ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ 1340 റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെടും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1220 രൂപ. സാർ അടുത്ത ഒരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ടൻല പ്ലാറ്റ്ഫോം ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 3.1% ഒരു ഇടിവിൽ രേഖപ്പെടുത്തി 504 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ സാറിൻ്റെ ഒരു ലോങ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ടാൻല പ്ലാറ്റ്ഫോമിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. മെനഞ്ഞാന്നത്തെ വ്യാപാരം നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇറ്റ് വാസ് ഷോർട്ട് കവറിംഗ്. ഇന്നലെ വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നടന്നത്. ഈ സ്റ്റോക്ക് അതിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 540 രൂപ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 540 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 700, 760 ആയിരിക്കും. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നലെ 0.78% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 102 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മന്തിൽ ഒരു 15% ഒരു ഇടിവാണ് സ്റ്റോക്ക് കഴിഞ്ഞൊരു മാസം രേഖപ്പെടുത്തിയത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് 112 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് സ്റ്റീർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവൽസിനെ പറ്റിയാണ്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 2% മുകളിലേക്കൊരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 235 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സ്റ്റേർലിംഗ് ആൻഡ് വിൽസൺ വീണ്ടും നമുക്ക് സ്മോൾ ക്യാപ് സ്റ്റോക്കായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കനത്ത സെല്ലിംഗ് നേരിട്ടിട്ടുണ്ട്. ഇൻഫാക്ട് ഈ ആഴ്ചത്തെ വ്യാപാരത്തിലായിരുന്നു ഈ സ്റ്റോക്ക് അതിൻ്റെ റെക്കോർഡ് ഓൾ ടൈം ലോ ലെവലിലോട്ട് ചെന്നത്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് അറ്റ് ദ മൊമെന്റ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 303 രൂപയിലായിരിക്കും. സാർ അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് വിംത ലാബ്സിനെ പറ്റിയാണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 4.7% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ 2 വീക്കിലായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഒരു നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? വിംത ലാബ്സിലെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ഇതിൽ ബ്രേക്ക് ഔട്ട് നടന്നത്. അതിനുശേഷം കണ്ടിന്യൂസ്ലി ഈ സ്റ്റോക്കിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരേ ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് ലെവലായ 1160 രൂപ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് മുന്നേറ്റം കാണാൻ സാധിക്കും. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ട്രേഡിങ്ങിന് വേണ്ടി 1160 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 970 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് L&Tയുടെ ഓഹരിയാണ്. L&T നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു 0.9% 1% അടുത്തേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തി 3351 എന്നുള്ളൊരു ലെവലിലാണ് L&T ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ലാസ്റ്റ് ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ 11% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്?
LNTയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കണ്ടിരിക്കുന്ന റിക്കവറിയെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇതിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 3400 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3570 രൂപയിലായിരിക്കും. സാർ അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് കാപ്ലിൻ പോയിന്റ് ലാബ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ 1.3% ഒരു നേട്ടമാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിൽ നേരിയ ഒരു 5% ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ്. കൂടാതെ കഴിഞ്ഞ 2 മാസമായിട്ടും തുടരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത്. ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? കാപ്ലിൻ പോയിന്റ് ലാബിന്റെ കേസിലും നമുക്ക് ഡിസംബർ മാസത്തിന് ശേഷം വലിയ സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരുന്നു. ബട്ട് കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും തിരിച്ചൊരു റിക്കവറിയെ കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു സിറ്റുവേഷനിലാണ് ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത്. 2050 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1800 സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. സാർ അടുത്ത ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സൊനാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് ഇന്നലെ 2.62% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഒരു മന്ത്ലി ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഫാള് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സൊനാറ്റ സോഫ്റ്റ്വെയറിന്റെ കേസിലും നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡിസംബർ മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്കാണ് സൊനാറ്റ. സൊനാറ്റയുടെ കേസ് എടുക്കുമ്പോഴേക്കും 340 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 460 രൂപ. അവസാനമായ ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് അവലോൺ ടെക്നോളജീസ് ആണ്. സ്റ്റോക്ക് ഏതായാലും ട്രേഡിംഗ് നോക്കുമ്പോൾ 4% ഒരു മുന്നേറ്റം ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ആവലോൺ ടെക്കിന്റെ കേസിലും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഡിസംബർ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഫെബ്രുവരി മാസത്തിൽ ഈ സ്റ്റോക്ക് 595, 600 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്തതിനു ശേഷം കൺസോൾട്ടേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട്. ഈ സ്റ്റോക്ക് ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് ഔട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. 780 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. താങ്ക് യു സാർ. ഏതായാലും നമുക്ക് ഈ ഒരു വീക്കിലെ ഒരു ട്രേഡിംഗ് സെഷൻ നോക്കുമ്പോൾ 4 സെക്ഷൻസിലും ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്ന് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ഡേ നേരുന്നു. മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.